ഈ കവിത ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ആരും പറയാൻ പാടില്ല. വൈവിധ്യത്തിൽ നിന്നാണ് സൗന്ദര്യം ഉണ്ടാകുന്നത്. എല്ലാ തലങ്ങളിലൂടെയും കവിത ഒഴുകിപ്പരക്കണം. കവിതേ പ്രിയപ്പെട്ട ശൈലപുത്രി, നിള പോലെ പ്രിയമെൻ്റെ നെയ്യാറുപോലെ, നീ ഒഴുകിപ്പരക്കുകിന്നവനിലും ഇവനിലും അതിരിലും പതിരിലും പിന്നെ എന്നിലും എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ. നമ്മളൊരു പ്രധാന അക്കാഡമിക് ബുദ്ധിജീവികളുടെ ഒരു പോരായ്മ, അവരൊരു ഫ്രെയിം ഉണ്ടാക്കി തരികയാണ് നമ്മുടെ കയ്യിൽ. നിങ്ങൾ ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ കവിയല്ല എന്ന് അവർ നമ്മളെ അറിഞ്ഞും അറിയാതെയും നേരിട്ടും അല്ലാതെയും ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നിടത്താണ് ഭാഷയും കവിതയും എല്ലാം ഇല്ലാതായി ഉറവ വറ്റി നശിച്ച് നാറാണക്കല്ലെടുത്ത് പോകുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്ക് എല്ലാം വേണം. എല്ലാ തരത്തിലും സമൃദ്ധമായി നമ്മുടെ കവിത പുഷ്പിക്കണം, പുഷ്കലമായി മുന്നോട്ട് പോകണം. നമുക്ക് സാഹിത്യത്തിന് ഒരു നിയതമായ ഒരു മരക്കുറ്റിയില്ല എന്ന തിരിച്ചറിവുണ്ടാണ്. പക്ഷേ നമുക്കൊരു ആലാപന സൗകുമാര്യമുള്ള ഒരു കവിതാധാര ഉണ്ട്. അത് ഇന്നുണ്ടായതല്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ ലെവനും കുശനും ഒക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ രാമായണം വായിച്ചു നടന്നു. പിന്നെ ഞാൻ പറയട്ടെ, കുഞ്ചൻ നമ്പ്യാർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയെ ജനകീയമാക്കിയത്? കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം ആ ധാരയിൽ വേറെ ആർക്കെങ്കിലും ശോഭിക്കാൻ കഴിഞ്ഞോ? അത് പ്രതിഭ കുറവുകൊണ്ടാണ് നമ്മുടെ എല്ലാവരുടെയും. അദ്ദേഹം എന്താ ചെയ്തത്? കവിതയെ തെരുവുകളിൽ ഇറക്കി ചൊൽക്കാഴ്ചയാക്കി. അദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ ജനകീയ കവി.